നോർമലി നമുക്ക് 3 തരത്തിലുള്ള സ്ട്രീംസ് ആണ് ഫയലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ദ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീം ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ കീബോർഡ് ബിക്കോസ് കീബോർഡ് ഈസ് ദ ഇൻപുട്ട് ഡിവൈസ് വിത്ത് വിച്ച് വി ആർ ഏബിൾ ടു ഇൻപുട്ട് ദ ഡേറ്റ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് എന്തോ അത് കീബോർഡിലൂടെ നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് നേരെ അത് നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ആവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻപുട്ട് സ്ട്രീം. ദ വേർഡ് സ്ട്രീം മീൻസ് ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ബൈറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണം, ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഔട്ട്പുട്ട് വേണം. അപ്പോൾ ഔട്ട്പുട്ട് ഈസ് റിലേറ്റഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ദാറ്റ് ഈസ് അവർ മോണിറ്റർ ബിക്കോസ് വി സീ ദ ഔട്ട്പുട്ട് ഓൺ ദ മോണിറ്റർ. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ എറേഴ്സ് വരാം. ആ എറേഴ്സ് വരികയാണെങ്കിൽ ദാറ്റ് എറേഴ്സ് ആർ പാസ്ഡ് ഓൺ ടു ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഇറ്റ്സെൽഫ് ബിക്കോസ് വി ആർ ഏബിൾ ടു സീ ദ എറേഴ്സ് ഓൺലി ഓൺ ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്. ആ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്റർ തന്നെയാണ്. ഇനി നമ്മൾ ബൈനറി ഫയലിലേക്ക് കയറുകയാണ്. ബൈനറി ഫയൽ എന്ന് വെച്ചാൽ എന്താ? എനി സോർട്ട് ഓഫ് ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് എ ബൈനറി ഫയൽ. അപ്പോൾ ആ ബൈനറി ഫയൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾ പിക്കിൾ മൊഡ്യൂൾ എന്നാണ് അതിനെ പറയുന്നത്. ആ പിക്കിൾ മൊഡ്യൂളിൽ തന്നെ മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഡംപ് എന്ന് പറയും. ഡംപ് എന്ന് പറഞ്ഞാൽ വി ആർ യൂസിങ് ദിസ് ഡംപ് ടു സ്റ്റോർ ദ ഡേറ്റ. ഡേറ്റ ബൈനറി ഫയലിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡംപ് എന്ന് പറയുന്ന മെത്തേഡ്. അതേപോലെ ലോഡ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട്. ലോഡ് മീൻസ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് us to retrieve the data. Whatever data is stored, we are able to retrieve it whenever we need it. നമുക്ക് വേണമെങ്കിൽ ആ ഡേറ്റയെ റിട്രൈവ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു.